അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലി വസ്ഹാബി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. അമ്മാ ബഅദ്. അത്തത്ബീഖാത്തു അൽ ഫിഖ്ഹിയ്യ, 49-ാമത്തെ പേജ്. അപ്പോൾ നമ്മൾ മക്കായിലിനെ മുദ്ദിനെയും സാഴിനെയൊക്കെ പുതിയ കണക്കിലേക്ക് മാറ്റുമ്പോൾ എത്ര കിട്ടുമെന്നും അതെങ്ങനെ കിട്ടിയെന്നും നമ്മൾ പറഞ്ഞു. അത് കിട്ടിയത് കൊണ്ട് നമുക്ക് ഉള്ള നേട്ടങ്ങൾ എന്തെല്ലാമാണ്? ഫിഖ്ഹിലെ അബ്വാബുൽ മുഖ്തലിഫയിൽ വന്ന പല ഹിസാബുകളുടെയും പുതിയ അളവിൽ എത്രയാണ് അവകൾ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞു. അതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. തത്ബീഖാത്തുൽ ഫിഖ്ഹിയ്യ, ഫിഖ്ഹിയായ തത്ബീഖുകൾ, ആ കിട്ടിയ അളവുകളെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് നമ്മുടെ കുതുബുൽ ഫിഖ്ഹിലെ അബ്വാബുകളിലേക്ക്. ഒന്നാമതായി ഖുല്ലത്തുൽ മാഇ, 2 കൊല്ലത്ത് വെള്ളം എന്നത്. 2 കൊല്ലത്ത് വെള്ളം എന്നത് നമ്മൾ ത്വഹാറത്തിൻ്റെ ബാബുകളിൽ എല്ലാ ഫിഖ്ഹിൻ്റെ കിതാബിലുള്ളതാണല്ലോ. അപ്പോൾ അത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നു? 2 കൊല്ലത്ത് വെള്ളം കിട്ടുമല്ലോ നമുക്ക്. കാരണം 2 കൊല്ലത്ത് വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ കിതാബുകളിൽ നമ്മൾ ഭാരം കൊണ്ട് 2 കൊല്ലത്ത് പറഞ്ഞു. ഇതിപ്പോൾ മക്കായിലിൻ്റെ ഭാവമാണ്. അളവ് കൊണ്ട് 2 കൊല്ലത്താണ് പറയാൻ പോകുന്നത്. ഭാരം കൊണ്ട് 2 കൊല്ലത്ത് നമ്മൾ പറഞ്ഞല്ലോ, 191,250, അതായത് 191 ലിറ്ററും 250 മില്ലി ലിറ്ററും, 191.25 കിലോഗ്രാം. പണ്ട് പറഞ്ഞ കിലോഗ്രാമാണ്. അത് തന്നെയാണ് ലിറ്ററിലും എന്നാണ് പറയാൻ പോകുന്നത്. പക്ഷെ ലിറ്റർ എത്രയാണെന്ന് ചോദിച്ചാൽ ഇപ്പം പറയേണ്ട മറുപടിയാണ് ഇപ്പം പറയാൻ പോകുന്നത്. അത് എങ്ങനെ വന്നു എന്ന് പറയാം. കിലോ നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. കാരണം 500 റാത്തൽ എന്നാണല്ലോ നമ്മൾ കിതാബുകളിലൊക്കെ 2 കൊല്ലത്ത് വെള്ളത്തെ കണക്കാക്കിയത്. റാത്തൽ എന്നത് വസനാണല്ലോ. അപ്പോൾ 191.25 കിലോ വെള്ളമാണ് 2 കൊല്ലത്ത് വെള്ളം. അതാണ് ഇദാ ബലഗൽ മാഉ ഖുല്ലത്തൈനി ലം യഹ്മിലുൽ ഖബസ എന്ന് പറഞ്ഞത്. മുസ്തഅമലൊന്നും ആവൂല എന്നൊക്കെ പറഞ്ഞ അളവ് 191.25 കിലോ ആണ്. നമ്മൾ ഇന്ന് പറയുന്നു. അപ്പോൾ അത് ലിറ്റർ അളവിൽ എത്രയാണ് എന്ന ചോദ്യത്തിൻ്റെ മറുപടി നമ്മൾ മക്കായിലിൻ്റെ ഫസലിൽ പറയാൻ പോവാണ്. മറുപടി എന്തിനാണ്? 191.25 ലിറ്റർ എന്നാണ് പറയാൻ പോകുന്നത്. കിലോ പറഞ്ഞതുപോലെ തന്നെ. കാരണം വെള്ളത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. ഭാരവും അതുപോലെ തന്നെ അളവും തുല്യമാണ്. 1 കിലോ വെള്ളം 1 ലിറ്റർ വെള്ളമായിരിക്കും. അതാണ് വിഷയം. അതാണ് പറയാൻ പോകുന്നത്. വലിമ അന്ന കസാഫത്തൽ മാഇ, വെള്ളത്തിൻ്റെ കസാഫ അഥവാ ഡെൻസിറ്റി എന്നത് വാഹിദുൻ, അത് വാഹിദാണ്. ഭാരത്തെ, ഒരു വസ്തുവിൻ്റെ ഭാരത്തെ അതിൻ്റെ വോള്യവുമായി ഹരിക്കുന്ന, വോള്യം കൊണ്ട് ഹരിക്കുന്ന അവസരത്തിൽ ആണ് കസാഫ എന്ന സംഗതി കിട്ടുന്നത്. നമ്മളത് പറഞ്ഞിട്ടുണ്ട്. മറ്റു സംഗതികളുടെ ഡെൻസിറ്റി തന്നെ വെള്ളത്തോട് തട്ടിച്ചാണ് പറഞ്ഞു വരുന്നത്. ആപേക്ഷിക ഡെൻസിറ്റി. വലിമ അന്ന കസാഫത്തൽ മാഇ, നമ്മൾ മുമ്പൊരു ക്ലാസ് പറഞ്ഞതാണ്. വലിമ അന്ന കസാഫത്തൽ മാഇ വാഹിദുൻ, വെള്ളത്തിൻ്റെ കസാഫ 1 എന്നതാണ്. കാരണം വെള്ളത്തിൻ്റെ വസ്ന് എടുത്തിട്ട് അതിൻ്റെ കൈലുമായി ഹരിച്ചു നോക്കിയാൽ 1 വരിക. കാരണം 100 ഹരിക്കണം 100 സമം 1 അല്ലേ? 75 ഹരിക്കണം 75 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? അതുകൊണ്ട് തന്നെ 1 ഈ വലിമ അന്ന കസാഫത്തൽ മായി വാഹിദുൻ, മാഇൻ്റെ കസാഫ 1 കൊണ്ട് തന്നെ അതിൻ്റെ വസനും കൈലും സവ ആയിരിക്കും. കമാ സബത്ത ഇൽമിയൻ, അത് ശാസ്ത്രീയമായി സ്ഥിരപ്പെട്ട സംഗതിയാണ്. തിരിച്ചും പറയാം, വസനും കൈലും സവ ആയതുകൊണ്ട് കസാഫത്ത് 1 മനസ്സിലായി. അപ്പോൾ 1 കസാഫത്ത് എന്ന് ശാസ്ത്രോട് പറഞ്ഞതുകൊണ്ട് തന്നെ അതിൻ്റെ നമുക്കെന്ത് മനസ്സിലാക്കാൻ കഴിയും? അതിൻ്റെ വസനും കൈലും സവ ആണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ദക്കറ ദുക്തൂറുൽ കുർദി, നേരത്തെ പറഞ്ഞിട്ടുണ്ട് അയാളെ പറ്റിയിട്ട്. അയാളുടെ പുസ്തകത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അൽ മഖാദിർ ശറയ്യ വൽ അഹ്കാമുൽ മുതഅല്ലിഖത്തു ബിഹാ എന്നുള്ള പുസ്തകം നേരത്തെ നമ്മൾ ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ. മുഹമ്മദ് നജ്മുദ്ദീൻ അൽ ഖുർദി, ഡോക്ടർ. അദ്ദേഹം പറഞ്ഞു,
വലാകിന്ന നൗഅൻ വാഹിദൻ മിനസ് സവാഇലി, ദ്രാവകങ്ങളിലെ ഒരിനം, യത്തഫിഖു ഹജ്മുഹു വ വസ്നുഹു, അതിൻ്റെ വ്യാപ്തിയും അതിൻ്റെ വസ്നും സമായിരിക്കും. വഹുവൽ മാഉ സ്സാഫി, അതെന്താണ്? ആ ഒരു സായിൽ എന്താണത്? ദ്രാവകം, അത് വെള്ളമാണ്, ക്ലിയർ വെള്ളം, ജ്യൂസല്ല. ബിദറജത്തി ഹറാറത്തി അർബഅ മിഅവിയ, മീം സൂചിപ്പിക്കുന്നത്. അപ്പോൾ 4 ഡിഗ്രി ചൂടിൻ്റെ ദറജ, ചൂടിൻ്റെ അളവ് എന്നാണ് പറഞ്ഞത്. 4 സെൽഷ്യസ് അറിയില്ലേ, ചൂടിൻ്റെ ഡിഗ്രി അറിയില്ലേ, 50 ചൂട്, 37 ഡിഗ്രി എന്നുള്ള പറയുന്നത്, ആ 4 ഡിഗ്രി ഉള്ള അവസരത്തിലുള്ള ക്ലിയർ വെള്ളം, അതാണ് ഇവർ കൃത്യമായിട്ട് പറയുന്ന തൂക്കവും അളവും ഒരുപോലെ എന്ന് പറയുന്നത്. 4 ഡിഗ്രി ഉണ്ടാകുക, ശക്തമായ തണുപ്പോ പതച്ച തിളച്ച വെള്ളമോ ആണെങ്കിൽ ചിലപ്പോൾ കുറച്ച് അങ്ങോട്ടെല്ലാം ഉണ്ടാവും. ഏതാണ്ട് ഇതാണ് ഇവർ കൃത്യം പറഞ്ഞത് അളവ്. ഈ ഡിഗ്രി സെൽഷ്യസിൽ 4 ഡിഗ്രി സെൽഷ്യസിൽ ആകുമ്പോൾ വെള്ളത്തിൻ്റെ ഭാരം എത്ര ഗ്രാമാണ്, അത്ര തന്നെ മില്ലി ലിറ്റർ ആയിരിക്കും അതുണ്ടാവുക. ഫഇന്ന അൽഫ സെൻറ്റിമീറ്റർ മുകഅബ്, അത് അദ്ദേഹം വ്യാപ്തിയാണ് പറയുന്നത്. ആ വ്യാപ്തിയിൽ കൊള്ളുന്നത് തന്നെയായി, ആ വ്യാപ്തി എത്രയാണോ പറയുന്നത് അത്ര തന്നെയായിരിക്കും മില്ലി ലിറ്റർ, അത്ര തന്നെയായിരിക്കും ഗ്രാമും. ഫഇന്ന അൽഫ സെൻറ്റിമീറ്റർ മുകഅബ്, നിശ്ചയം 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ. നമ്മൾ പറഞ്ഞല്ലോ അളവ്, വ്യാപ്തി നോക്കുക എങ്ങനെയാണ്? നീളം, ആഴം, വീതി, ഉള്ളളവാണ് പറയുന്നത്. അത് നോക്കിയിട്ട് അത് 3 ഗുണിച്ചാൽ 1000 വരുന്ന ഒരു പാത്രം, നീളം, വീതി, ആഴം. അപ്പോൾ ആ അളവിനാണ് നമ്മൾ എന്ത് പറയുക? ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് പറയുക. അങ്ങനെയാണ് വ്യാപ്തം അളക്കൽ അങ്ങനെയാണ്. 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ മിൻ ഹാദൽ മാ, ഈ വെള്ളത്തിൽ നിന്ന്, മാഉ സാഫി, നമ്മൾ 4 ഡിഗ്രിയിലുള്ള മാഉ സാഫിയിൽ നിന്നുമുള്ള 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ തുസാവി ഫിൽ വസ്നി, അതിൽ വെള്ളം നിറച്ചാൽ അത് വസ്നിൽ സമമാകും കിലോഗ്രാമൻ, 1 കിലോഗ്രാമിനോട്, അതായത് 1000 ഗ്രാമിനോട്. കമാ തുസാവി ഫിൽ ഹജ്മി, അത് ഹജ്മിൽ അളവിൽ അതെന്താകും? സമമാകും ലിത്രൻ, 1000 മില്ലി ലിറ്ററിനോട്, അഥവാ ലിറ്ററിനോട്. അപ്പോൾ 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ വിസ്താരമുള്ള ഉള്ളളവുള്ള ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചാൽ അത് 1000 മില്ലി ലിറ്റർ ആയിരിക്കും, അഥവാ ലിറ്റർ ആയിരിക്കും, 1000 ഗ്രാം ആയിരിക്കും, അഥവാ 1 കിലോഗ്രാം ആയിരിക്കും. ഇതാണ് പറയാം. ഇതാണ് വെള്ളത്തിൻ്റെ ഹാല്. വമിൻ ജറാഇ ഹാദാ, അപ്പം നമുക്ക് കിട്ടിയല്ലോ 2 കൊല്ലത്ത് വെള്ളം 191.25 കിലോ ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പം പിന്നെ ഇതിൻ്റെ ഹാല് സമമാണ് എന്ന് പറഞ്ഞാൽ 191.25 ലിറ്ററാണെന്നും പറയാം. യുഫഹമു കൈലുൽ മാഇ മിൻ വസ്നിഹി വമിൻ ജറാഇ ഹാദാ എന്ന് പറഞ്ഞാൽ വലി ഹാദ സബബി എന്നർത്ഥം. ഈ കാരണത്താൽ ഒരു പുതിയ പ്രയോഗം, യുഫഹമു കൈലുൽ മാഇ മിൻ വസ്നിഹി, വസ്നിൽ നിന്ന് കൈല് തിരിയും, അൽ മദ്കൂറായ വസ്നിൽ നിന്ന് കൈല് തിരിഞ്ഞു. ഫി ബാബി തഹാറയിൽ മദ്കൂറായ വസ്നിൽ നിന്നും കൈല് മനസ്സിലാക്കപ്പെടും. ഫഖുല്ലത്തൽ മാഇ, ബാബു തഹാറയിൽ പറഞ്ഞ വസ്ന ഏതാ? നമുക്കറിയാമല്ലോ, 500 റാത്തൽ എന്നല്ല അറിഞ്ഞേ. അടുത്ത വസ്ന് റാത്തലിൻ്റെ വസ്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. അത്ര ആ വസ്ന് തന്നെയാണെന്ത് ലിറ്റർ നമ്മൾ പറഞ്ഞ വെള്ളത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. ഫഖുല്ലത്തൽ മാഇ ബയ്യനു വസ്നഹുമ, അപ്പം 2 കൊല്ലത്ത് വെള്ളം അതിൻ്റെ വസ്നോല് പറഞ്ഞിട്ടുണ്ടല്ലോ. ബിഅന്നഹു 500 ലിത്രിൻ ബഗ്ദാദിയത്തിൻ, അത് 500 ബഗ്ദാദി റാത്തലാണെന്ന് വസ്നവർ പറഞ്ഞിട്ടുണ്ട്. വരിത്തുലു വസ്ൻ കമാ ഖദ്ദംന, അവർ പറഞ്ഞത് 500 റാത്തൽ എന്നാണ്. റാത്തൽ എന്നത് വസ്നാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതല്ലേ. ഫഹുവ, അപ്പം അത് 500 × 382 സമം 191,250 ഗ്രാം ആകുന്നു, അഥവാ 191.25 കിലോ ആകുന്നു. ഫഹാദൽ ഖദ്റു നഫ്സുഹു, അപ്പം ഇതേ ഖദർ തന്നെ ബിമില്ലി ലിറ്റർ ഐളൻ, മനസ്സിലായല്ലോ, 191.25 ലിറ്റർ. ഇനി നമ്മൾ സക്കാത്തുൻ നബാത്ത് പറയാൻ പോവാണ്.
ഫഹിംന മിനൽ ഫസ്ലി സാബിഖി, നമ്മൾ കഴിഞ്ഞ ഫസ്ലിൽ ഔസാനിൻ്റെ ബാബിൽ മവാസീനിൻ്റെ ബാബിൽ നമ്മൾ മനസ്സിലാക്കി അന്ന നിസാബൻ നബാത്തി ഖംസത്തു ഔസുഖിൻ. അവിടെ നമ്മൾ വസനിലൂടെ പറഞ്ഞത് കൊണ്ട് വസന് കിട്ടാൻ വേണ്ടി ഖംസത്തു വസഖ് നമ്മളവിടെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അന്നൽ വസഖ സിത്തൂന സാൻ, ഒരു വസഖ് എന്ന് പറഞ്ഞാൽ 60 സാനും പറഞ്ഞിട്ടുണ്ട്. വന്ന വസ്നഹു സിത്തുമിയത്തിൻ വസ്നാശറ കിലോഗ്രാമൻ, കിലോഗ്രാമിൽ അത് 612 കിലോഗ്രാമാണ് 5 വസഖ്. അതായത് നിസാബുൻ നബാത്ത് എന്ന് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതെ. അപ്പോൾ ഇവിടെ ഇപ്പം എന്താ പറഞ്ഞത്? വസഖ് അല്ലേ, സക്കാത്തുൻ നബാത്ത്. അപ്പോൾ മക്കായിലല്ലേ നമ്മളെ ചർച്ച. അപ്പോൾ 5 വസഖാണ്. 5 വസഖ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 സാണ്. അത് എത്ര കിലോഗ്രാമാണ്? 612 കിലോഗ്രാമാണ് നമ്മൾ പറഞ്ഞതാണ്. അതെ. അപ്പോൾ പിന്നെ ഖംസത്തു ഔസുഖാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ശരി, നമ്മൾ ഈ ബാബിൽ വന്ന ഒന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പം ഇപ്പം പറഞ്ഞ എന്താണ്? കുല്ലത്തൽമാവ് പറഞ്ഞു, പിന്നെന്ത് പറഞ്ഞു? സക്കാത്ത് പറഞ്ഞു. എൻ്റെ അടുത്ത പറയുന്നത് നോക്കാം നമ്മൾ. ഖഫീസ് വഫി അസ്നൽ മത്താലിബിലുണ്ട്. ഖഫീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിക്കിയാലും മഅറൂഫുൻ യസഉസ്നെ അശറ സാൻ, 12 സാഴ് ഉൾക്കൊള്ളുന്നൊരു പാത്രമാണ് അല്ലേ? അപ്പോൾ 12 × 2 40, അപ്പോൾ 24 40 കിലോഗ്രാം. അപ്പോൾ മനസ്സിലായല്ലോ. 240 കിലോ എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ 12 2 24 കിട്ടിയല്ലോ. അടുത്ത 24 450 കിലോ. അതാണ് ഇപ്പോൾ ഖഫീസിൻ്റെ കിലോഗ്രാമാണ് പറഞ്ഞത്. വാല അന്നസാ, അതെ, അത് ഈ ഒരു ഇത് വാല അന്നസാ എന്നുള്ള പറഞ്ഞിട്ടുള്ള ഇതൊരു ഷിക്ക് മേലെ സക്കാത്തുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. അവിടെ മിസ്സായി പോയതാണ്. അവിടെ സ്ഥലമല്ലോ ഇവ് കാണുന്നുണ്ട്, വിട്ടുപോയതാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ മക്കായിലിൻ്റെ മാബിലും വിക്കിയാലും പറയാനുള്ളത് അതവിടെ വിട്ടുപോയതാ. കിലോഗ്രാം നമ്മൾ കഴിഞ്ഞ പറഞ്ഞതല്ലേ. അപ്പോൾ നമ്മൾ സക്കാത്തുൻ്റെ ഭാഗത്തിൻ്റെ അടുത്ത് അവർ പിന്നെ അതും കൂടി കൊടുക്കണമായിരുന്നു. അവർ വിട്ടതാ. വാലാന്നസാ 3200 മില്ലി ലിറ്ററാന്ന് പറയുകയാണെങ്കിൽ ഇക്കോനുൽ ഖഫീസു 38.400 ലിറ്റർ ആവേണ്ടതാണ്. കാരണം സായ 3200 പറയുമ്പം 12 കൊണ്ട് ഗുണിക്കണ്ടേ അല്ലേ? 12 കൊണ്ട് ഗുണിക്കണം. 12 × 3 200 38.400 എന്ന് പറയുന്നത്. അതേ വർത്താനം നമുക്ക് മേലെയും പറയായിരുന്നു. 60 സാണ് ഒരു വസഖ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താക്കണമായിരുന്നു? ആ ഒരു വരിയിൽ അവിടെ കൂട്ടിച്ചേർക്കണമായിരുന്നു. ചിലപ്പോൾ ചേർത്തത് മിസ്സായി പോയതായിരിക്കും. അപ്പോൾ എങ്ങനെ വരേണ്ടതാണത്? നമുക്ക് പറയാൻ പറ്റുന്നതേ ഉള്ളൂ. അത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്നതാണ്. 300 ഒരു വസഖ് സിത്തൂന സാൻ എന്നല്ലേ പറഞ്ഞത്? അതെ, ഒരു വസഖ് സിത്തൂന സാണ്. അപ്പോൾ 5 വസഖല്ലേ? അപ്പം 300 സായി. നമ്മൾ ശരിയാണ്. ഞാൻ നിങ്ങളോട് ഒരു സാ ഇത്ര കയ്യിലാന്ന് കൃത്യം പറയാൻ ആകുന്നില്ല എന്നല്ലേ ഇപ്പം നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. 800 പറഞ്ഞു വരുന്നു എന്നല്ലേ പറഞ്ഞത്? ആ പറഞ്ഞു വരുന്നു എന്നുള്ള നിലക്കുവാണെങ്കിൽ നമുക്കിപ്പം പറഞ്ഞു കളയാം. 300 സാ സമം 300 സാ ഗുണിക്കണം 3200, 960 ലിറ്റർ. 960 ലിറ്റർ. അപ്പം 960 ലിറ്ററാണ് എന്ന് വരും. എന്ത്? 5 വസഖ് എന്ന് പറഞ്ഞാൽ സക്കാത്തുൻ നബാത്താണ്. അത് മുഖശറായ നിലയിലാണ്, ഖിശ്ർ തൊളിച്ച നിലയിലാണ് നമ്മൾ 5 വസഖ് പറഞ്ഞത്. നെല്ല് അഥവാ തൊലി കളയാത്തത് ആണ് എങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡബിളായിരിക്കും, 10 വസഖായിരിക്കും. അപ്പോൾ 960 സമം 1920 ലിറ്റർ എന്ന് പറയണം. മുദ് 800 ml ആണ്, സായ 3200 എന്ന് പറയുകയാണെങ്കിൽ എന്നാണ് ഇപ്പം പറഞ്ഞത്. ആ ഒരു വരി അവിടെ മിസ്സായതാണ്. നമ്മൾ പുതിയ അളവിലേക്ക് മാറ്റി, പുതിയ തൂക്കത്തിലേക്ക് മാറ്റിയത് കഴിഞ്ഞ ഫസലിൽ കൊടുത്തത് അവിടെ പറഞ്ഞു നമ്മൾ 612 കിലോ ആണ് വരേണ്ടത് സക്കാത്തുൻ നബാത്ത്. ലിറ്ററിൽ പറയുകയാണെങ്കിൽ 3200 സായ, 800 മുദ് എന്ന് പറയുകയാണ് എങ്കിൽ 300 സാ ആണ് 5 വസഖ് എന്ന് പറഞ്ഞാൽ. ഒരു വസഖ് 60 ആണല്ലോ. അപ്പം 5 6 30, 300 സാ ആണ്. 300 × 3200, 300 × 3200 എന്ന് പറഞ്ഞാൽ 960 ആണ്.
960 ലിറ്റർ. ഇത് മുക്കശ്ശറാണെങ്കിലാണ്, മുക്കശ്ശറല്ല ഗൈറു മുക്കശ്ശറാണെങ്കിൽ നേരെ ഡബിളാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ചിലതൊക്കെ ഡബിളല്ല, ബൈനല്ലാകും. അത് തൊലീൻ്റെ ഹാല് പോലെ ഓരോ ധാന്യത്തിൻ്റെ ഫതുൽ മീനിലും മറ്റു കിതാബിലെല്ലാം ഉണ്ടല്ലോ. ചിലപ്പം കളയേണ്ടത്, ചിലപ്പം ലെസ് ചെയ്യേണ്ടത് എന്തായിരിക്കും. മുക്കശ്ശറാണ് എങ്കിൽ ചിലപ്പോൾ അളവിൽ നമ്മൾ ഇരട്ടി പറയും, ചിലപ്പോൾ ഇരട്ടി പറയൂല, കുറച്ച് മഹല്ലികൾ നോക്കിയാൽ മതി. എന്തായാലും നമ്മളിപ്പോൾ തൽക്കാലം ഇരട്ടിയും ഇതും പറയാം. മുക്കശ്ശറാണെങ്കിൽ 960, വേറെ മുക്കശ്ശറാണെങ്കിൽ 1920 ലിറ്റർ ഉണ്ടെങ്കിലേ എന്താവുള്ളൂ, സക്കാത്തിൻ്റെ 10 അയാൾ സക്കാത്ത് കൊടുക്കേണ്ടിയുള്ളൂ എന്നർത്ഥം. അതും കഴിഞ്ഞ്. ശുബ്ഹത്തുൻ, ഇതൊരു ശുബ്ഹയാ. ഖദ് ഇൻതശറത് ഫീ അസ്വാഖി ബിലാദിന, ഒരു ചെറിയൊരു സംശയം അവരോട് ഒരു കൊലത്തിലാക്കാൻ പോവാണ്. നമ്മുടെ നാട്ടിൻ്റെ മാർക്കറ്റുകളിൽ ഇപ്പം വ്യാപകമാണ്, അഥവാ കേരള, ഇതിപ്പം വേറെ നാട്ടിലൊക്കെ കിതാബ് കിട്ടിയാൽ ഏതായാലും നമ്മളാടും തിരിയില്ലല്ലോ. അപ്പോൾ കേരളത്തിൻ്റെ മാർക്കറ്റിൽ ഇപ്പോൾ വ്യാപകമാണ്. ഫിൽ അസ്മിനത്തിൽ അഖീറ, പിൽക്കാലത്ത് അൽ അംദാദു നബവിയ്യത്തുൽ അദായിനിയ, പ്ലാസ്റ്റിക് മുദ്ദുകൾ, മുദ്ദ് നബവി പ്ലാസ്റ്റിക്, തസഉ 800 മില്ലി ലിറ്റർ, 800 ml ആണ് പാത്രത്തിൻ്റെ അളവ്. നമ്മൾ വെച്ചിട്ട് മനസ്സിലാകുന്നത്. ഫയക്കൂനു സാഉ 3200 മില്ലി ലിറ്റർ ആവും. 432 അല്ലേ. ബിഹാദൽ ഖദർ, അഥവാ 800 മില്ലി ലിറ്റർ, ഈ അളവിൽ ഇത് ഉണ്ടാക്കൽ കാനാല, അങ്ങനെ 800 ml പ്ലാസ്റ്റിക് അടിച്ചു വന്നത് ഒരാളിപ്പം ഉണ്ടാക്കിയതാണല്ലോ. അത് കാനാല ഹസബി ഖൗലി ബഅദുൽ ഉലമ, ഇന്ന ഖൗലനുസരിച്ചായിരുന്നു. ഇന്നൽ മുദ്ദ 800 മില്ലി ലിറ്ററിൻ, മുദ്ദ് എന്ന് പറഞ്ഞാൽ 800 ml ആണ് എന്ന് ചിലർ പറഞ്ഞത് കേട്ടിട്ടുണ്ടാക്കിയതാണത്. വഖദ് ഫഹിംന, നമ്മൾ വസ്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്ന വസ്ന മുദ്ദ് 510 ഗ്രാമാണെന്ന്. വയംബഗി അൻ യതസവയാ, അത് രണ്ടും സമമാകേണ്ടതുണ്ടല്ലോ. 510 ഗ്രാമ നമ്മൾ പറഞ്ഞ സാധനം തന്നെ ആവണ്ടേ മുദ്ദിൽ പറയുന്നതും അളവിൽ പറയുന്ന മുദ്ദും. തൂക്കം, മുദ്ദിൻ്റെ തൂക്കമൊന്നും മുദ്ദിൻ്റെ അളവൊന്നും പറഞ്ഞാൽ രണ്ടാകാൻ പാടില്ല. ഒരു തൂക്കം, ഇതാണ് തൂക്കം എന്ന് പറഞ്ഞാൽ അത് തൂക്കിയെടുത്താൽ ഏതാണ് അളവ് എന്ന് പറഞ്ഞതുമായിട്ട് ഒക്കണം. അല്ലെങ്കിൽ ഇതാണ് അളവ് എന്ന് പറഞ്ഞാൽ ആ അളവിങ് അളന്നെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൂക്കം ഇത്രയും ആകണം. അങ്ങനെ ആവേണ്ടതുണ്ടല്ലോ. കാരണം ഒരേ സാധനത്തിൻ്റെ തൂക്കത്തിലൂടെയും അളവിലൂടെയും പരിചയപ്പെടുത്തുമ്പോൾ രണ്ട് സമമാകണ്ടേ. വാഹിദൻ, ഒറ്റ കതിർ കിട്ടിക്കണം. ഒറ്റ കതിർ എന്ന് പറഞ്ഞാൽ ആ സാധനം ഒരേ അളവായിരിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒറ്റ ഒരു മുഖദ്ദറായിരിക്കണത്. ആ മുഖദ്ദർ എടുത്ത് തൂക്കിയാൽ 510 ആകണം. അതേ സാധനം എടുത്ത് അളന്നാൽ 800 ആകണം. അങ്ങനെയല്ലേ വരേണ്ടത്. കാരണം മുദ്ദിൻ്റെ തൂക്കവും മുദ്ദിൻ്റെ അളവല്ലേ പറയുന്നത്. രണ്ടാൻ പാടില്ല, ഒന്നാവണം. അനുഭവം വ്യത്യസ്തമാണ്. അനുഭവത്തിൽ അങ്ങനെയല്ല ഉള്ളത്. ഫൈന്ന 800 മില്ലി ലിറ്റർ 800 ml എന്നത് മിൻ അയ്യഹബിൻ, ഏത് ധാന്യത്തിൻ്റെയും 800 ml എടുത്താൽ അസിയദു മിൻ 510 ഗ്രാം. 800 ml നിങ്ങൾ അളന്നിടുകയാണ് എങ്കിൽ 510 ഏറെ അല്ലാണ്ട് ഒരു ധാന്യത്തിന് കിട്ടുന്നില്ല നമുക്ക് മാർക്കറ്റിൽ. 800 അളന്നിട്ട് കഴിഞ്ഞാൽ 510 എത്രയോ മേലെയാണ് കിട്ടുന്നത്. 510 കിട്ടിയത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫുഖഹാ പറഞ്ഞു തന്നതാണ്. 128.5714 ആണ്, അഥവാ 4 സുബ് ആണ്. ഒരു റിത്തുലുൻ വസുലുസുഹു ആണ് മുദ്ദ് എന്ന് പറഞ്ഞു തന്നതാണ്. അങ്ങനെയാണ് 510 കിട്ടിയത്. ഓല് പറഞ്ഞത് അതിനാണ്. അപ്പോൾ അത് നിങ്ങൾ പറയുന്ന വാട്ടയിൽ അളന്നതും തമ്മിൽ ഒക്കണ്ടേ. അതിൻ്റെ വസ്ന് അല്ലേ പറഞ്ഞത്, പോലും മുദ്ദിൻ്റെ വസ്നല്ലേ അല്ല പറഞ്ഞത്. അപ്പോൾ അത് ആ വസ്നിൽ സാധനം എടുത്തു കഴിഞ്ഞാൽ ഈ കയ്യിലുള്ള റെഡി ആയിരിക്കണ്ടേ. കാരണം പറയാൻ പാടില്ലല്ലോ. അതാണ് നമ്മൾ അനുഭവം വിഭിന്നമാണ്. കാരണം ഏത് ധാന്യം 800 എടുത്താലും അതെന്താണ് 510 ഏറെയാണ്. ഉദാഹരണം പറയാം. അനുഭവം ലമ്മാ വസന്ന, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നമ്മൾ ചാർട്ട് കഴിഞ്ഞു പോയതുമാണ്, ഇവിടെ പറയേണ്ടിയുള്ളതുകൊണ്ട് പറയാണ്. ലമ്മാ വസന്ന 800 മില്ലി ലിറ്ററിൻ മിൻ 13 നൗഅൻ, 13 ഇനങ്ങളിൽ നിന്നുള്ള 800 ml എടുത്ത് ഞാൻ തൂക്കി നോക്കി. മിനൽ ഹുബൂബി, ധാന്യങ്ങളിൽ നിന്ന്, മിനൽ അറുസി വൽ ഖംഹി വശൈരി വദ്ദഖനി,
മുത്താറിയും ബാർലിയും ഗോതമ്പും അരിയും ഉൾപ്പെടെ 13 ഇനങ്ങൾ നമ്മൾ തൂക്കി. അപ്പോൾ കാനൽ മുഅദ്ദലു 707.7 ഗ്രാം 0.76 ഗ്രാം ആയിരുന്നു എൻ്റെ ശരാശരി. കാനൽ അസ്ഖലു 755 ഗ്രാം ആയിരുന്നു. 800 ml തൂക്കിയിട്ട് ഒരൊറ്റ 800 ഗ്രാം ആയിക്കില്ല കേട്ടാ. ഏറ്റവും കൂടിയത് 755 ഏറ്റവും കുറഞ്ഞത് നമ്മൾ തൂക്കിയെടുത്തുള്ള പീടികയിൽ 600. ആ കടയിൽ ആ ഷോപ്പിൽ 658 വേണം. 800 ml എന്ന് പറഞ്ഞാൽ എത്രയാണ്? 658 ആണ്. അപ്പോൾ 658 800 ml എടുത്തിട്ട് തന്നെ 658 തൂങ്ങിക്കുള്ളൂ കേട്ടോ. പിന്നെ മനുഷ്യന്മാർ 750 ഗ്രാം എന്ന് പറയുന്നത് 658 ഗ്രാം. വഖദ് ഖാലു 600 800 വേണോ ഇല്ലയോ എന്നുള്ള ഇപ്പം തിരിയണ്ടേ. ഭാരം കൊണ്ട് ഒരു പറഞ്ഞ് 510 മതി എന്നല്ലേ. ഇതിപ്പോൾ ഏറ്റവും ചെറിയത് എടുത്തിട്ട് 658 ഇപ്പോൾ ഇയാളോട് കൊടുക്കാൻ പറയാം നിങ്ങൾ. കാരണം 800 ml കൊടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് പറഞ്ഞ അവരുടെ കുറിച്ചുള്ള ചർച്ചയാണ്. 800 കൊടുക്കണം എന്ന് പറഞ്ഞാൽ 658 ഗ്രാം കൊടുക്കണം എന്നായി. കാരണം 800 ml തൂക്കി നോക്കുമ്പോൾ 658 ഏറ്റവും ഭാരം കുറഞ്ഞത് കിട്ടിയത്. ഭാരം കൂടിയതാണെങ്കിൽ നിങ്ങൾ അയാളെ കൊണ്ട് 755 കൊടുപ്പിക്കുകയാണ്. സംഗതി എത്ര വണ്ടിയില്ല, എത്ര വണ്ടി ഉണ്ടായിരുന്നുള്ളൂ? 520 വണ്ടി. പക്ഷെ അത് ഏറ്റവും ഭാരം കൂടിയത് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ മൊത്തവസ്ഥ എടുത്താൽ മതി. അതുകൊണ്ടാണ് നമ്മൾ ശരാശരി അളവെങ്കിൽ എടുത്തത്. ഇതിൻ്റെ എല്ലാം കൂടി നോക്കിയിട്ടുള്ളത് കൂട്ടിയിട്ട് ഇത് ഇത്രയും എണ്ണത്തെ ഹരിച്ചാൽ ശരാശരി കിട്ടും അല്ലേ. അങ്ങനെയാണ് ശരാശരി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ശരാശരി അളവത്തിലാണ് 658 അല്ല 707. അപ്പോൾ 800 അരി എടുത്താൽ 707 ഗ്രാമേ ഉണ്ടാകാൻ തരമുള്ളൂ. മനസ്സിലായല്ലേ? 800 എടുത്തിട്ട് തന്നെ 2800 ആകുന്നുള്ളൂ, 2828 ആകുന്നുള്ളൂ എന്നർത്ഥം. 800 എടുത്താൽ 800 മണി വേണ്ടി നമുക്ക് ചർച്ച ചെയ്യണം. പിന്നെ വഖദ് ഖാലു ഇന്നൽ മുഅ്തബറ ഫിൽ വസ്നി അൽ വസതു. വസ്ന് ചെയ്യുമ്പോൾ തൂക്കി നോക്കുമ്പം പരിഗണിക്കേണ്ടത് മധ്യനിലവാരമുള്ളതാണ്. ഫനഅ്തബിറുൽ മുഅദ്ദല. അപ്പം നമുക്ക് ശരാശരി വസ്ന് നോക്കാം, മുത്തവസ്സിത്ത് നോക്കാൻ പറഞ്ഞതുകൊണ്ട്. ഫല്ലദീ യംബഗി അൻ യകൂനൽ മുദ്ദു. അപ്പം മുദ്ദ് ആകേണ്ടത് എത്രയാണെന്ന് മനസ്സിലായി. 576.46 പാടുള്ളൂ എന്ന് മനസ്സിലായി. മില്ലിലിറ്റർ. സായ് അതിൻ്റെ 4 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന 2384 മില്ലിലിറ്റർ ആകാൻ പാടുള്ളൂ എന്നാണ് മനസ്സിലാകുന്നത്. അത് നമ്മൾ കസാഫത്ത് മുഖേന മനസ്സിലായതാണ്. കാരണം വസ്നിനെ കയ്യിൽ കൊണ്ട് ഹരിച്ചാൽ കസാഫത്ത് കിട്ടുമെങ്കിൽ വസ്നിനെ കസാഫത്ത് കൊണ്ട് ഹരിച്ചാൽ കയ്യിലും കിട്ടേണ്ടതാണ്. നമുക്ക് ഒരു നിശ്ചിത സാധനത്തിൻ്റെ വസനും കിട്ടി, കയ്യിലും കിട്ടി. അപ്പം നമുക്ക് വസനിനെ കയ്യിലുണ്ടെങ്കിൽ ഹരിച്ചാൽ കസാഫത്ത് കിട്ടിയല്ലോ. പിന്നെ ആ സാധനത്തിൽ വ്യത്യസ്ത ഭാരങ്ങളുടെ കയ്യിലെല്ലാം നമുക്ക് കണ്ടെത്താൻ കഴിയും. പിന്നെ ഓരോ സമയത്ത് അളന്നോക്കോ തൂക്കിയൊക്കെ ഒന്നും വേണ്ട. ഒരിക്കൽ തൂക്കി അതിൻ്റെ ജിൻസ് ഒരുപോലെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്ര വസനാകുമ്പോൾ ഇത്ര കയ്യിൽ വരും, ഇത്ര വസനാകുമ്പോൾ ഇത്ര കയ്യിൽ വരും. കാരണം ഡെൻസിറ്റി നമുക്ക് മനസ്സിലായി. ആദ്യം നമ്മൾ വസനാക്കിയിട്ടും കയ്യിലാക്കിയിട്ടും മനസ്സിലാക്കിയിട്ട് ആ വസനിനെ ആ കയ്യിൽ കൊണ്ടെന്താക്കി നമ്മൾ ഹരിച്ചു. അപ്പോൾ ഇനി ആ വസനിനെ കയ്യിൽ കൊണ്ട് ഹരിച്ചപ്പം കിട്ടി ഡെൻസിറ്റി ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ വസനിനെ മറ്റ് പലതരം വസനം, അപ്പോൾ ഇത്ര വസനാണെങ്കിലോ അപ്പോൾ അത്ര വസനം ഉണ്ടെങ്കിലോ ഒക്കെ സിമ്പിളായിട്ട് പറയാം. ഈ ഡെൻസിറ്റി ഉണ്ടെങ്കിൽ ഹരിച്ചു കൊടുത്താൽ കയ്യിലും കിട്ടും. വസന് ഹരിക്കണം കയ്യിൽ സമം ഡെൻസിറ്റി ആണെങ്കിൽ വസന് ഹരിക്കണം കസാഫ ഡെൻസിറ്റി സമം കയ്യിലായിരിക്കുമല്ലോ. 10 ഹരിക്കണം 5 സമം 2 ആണ് എങ്കിൽ ഉറപ്പല്ലേ. 10 ഹരിക്കണം 5 സമം 2 എന്നാണെങ്കിൽ 10 ഹരിക്കണം 2 സമം 5 എന്നായിരിക്കുമല്ലോ. അപ്പോൾ വസന് ഹരിക്കണം കയ്യിൽ സമം ഡെൻസിറ്റി. അപ്പോൾ വസന് ഹരിക്കണം ഡെൻസിറ്റി സമം കയ്യിൽ. അപ്പം നമ്മളിനി എന്താക്കുകയാണ്, നമ്മളെടുത്തുള്ള വസനിനെ നമ്മൾ എന്താക്കാൻ പോവാണ്, കയ്യിലാക്കി കാണിച്ചു തരാം. കാരണം എന്താ, അപ്പം ഇത്രയേ കയ്യിലുണ്ടാകാൻ പാടുള്ളൂ 510 ഗ്രാമാണെന്ന് പറയുമ്പോൾ. കാരണം എന്താ, നമ്മൾ ഡെൻസിറ്റി കണ്ടുപിടിച്ചു. വസന് ഇവിടെ ഉണ്ട് 776 എന്നുള്ളതല്ലേ നമ്മളെ ശരാശരി വസന്. നിങ്ങളെ കയ്യിൽ എത്രയാണ് 800 അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ വസനും കയ്യിലും രണ്ടായിട്ട് തന്നെ അളന്നിട്ടും നോക്കി തൂക്കിയിട്ടും നോക്കി. നിശ്ചിത സാധനം 800 ml എടുത്ത് തൂക്കി. എന്നിട്ട് വസനിനെ കയ്യിൽ കൊണ്ട് ഹരിച്ചു. വസന് 776 ഹരിക്കണം കയ്യിൽ 800 സമം 0.8847. ഇങ്ങനെ ഇപ്പം വന്ന് ഫയഹസുലു. അപ്പം ഇനി നമുക്ക് എന്താക്കണം, 707 എന്നുള്ള ഇപ്പം ശരാശരി എടുത്തല്ലേ, നമ്മളെ മുദ്ദ 510 അല്ലേ. ഇനി 510ൻ്റെ ഇതേ ഡെൻസിറ്റി കൊണ്ട് ഹരിച്ചാൽ 510 കയ്യിൽ കിട്ടും.
ഒന്ന് ചിന്തിക്കണേ. ഫയഹസുലു അന്ന 510 ഗ്രാം യക്കൂന് 576.46 മില്ലി ലിറ്റർ ഉണ്ടാകാൻ പാടുള്ളൂ. അത് കിട്ടി. മില്ലി ലിറ്റർ ആക്കുകയാണെങ്കിൽ 510 ഗ്രാമിന് ഇത്ര കിട്ടേണ്ടത് അരിയിൽ. 510 ഹരിക്കണം ഡെൻസിറ്റി 0.8847 സമം 526.46. അതാണ് നമ്മൾ പറഞ്ഞത്. മുദ്ദും കിട്ടി. നിങ്ങൾ ചിന്തിച്ചാൽ കിട്ടും. ഫസാവ് മുദ്ദ് കിട്ടിയാൽ കൈലൻ മുദ്ദ് 526 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ സാൻ നാലുകൊണ്ട് വിളിച്ചാൽ പോരാ. 2384 അവിടെ മോള് പറഞ്ഞതാണ്, നാലുകൊണ്ട് വിളിച്ചതാണ്. അപ്പം ഒരു കാര്യം മനസ്സിലായി. ഫൽ ഫർഖു കബീർ, ഇവിടെ വലിയ വ്യത്യാസം ഉണ്ടല്ലോ. 800 എന്നല്ലേ നിങ്ങൾ ഇതുവരെ പറഞ്ഞത്. 800 കുറക്കണം. 576.46 എന്ന് പറഞ്ഞാൽ 223.54 വ്യത്യാസം. ഇത് എവിടെയാണ് വ്യത്യാസം? ഒരൊറ്റ മുദ്ദിലാണ്. ഫൽ ഫർഖു ഫി സാഇൽ വാഹിദി വസലൈലാഹ 894 16 എത്തി. കാരണം 223.54 4 കൊണ്ട് ഗുണിച്ചാൽ ആണ് സായിലേക്കുള്ള വ്യത്യാസം മനസ്സിലാകുക. ഒരൊറ്റ സായിൽ 894 മില്ലി ലിറ്ററിൻ്റെ വ്യത്യാസമാണ്. പക്ഷെ ഇവിടെ നമ്മൾ പറയാണ് മതിയാ മതി ഇൻഷാ അല്ലാഹ്.